ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശന് എൻ ജ്വല്ലറിക്ക് പേരിൽ നാഗേന്ദ്രനാണെന്നുള്ള കാര്യം മനസ്സിലായതിനു ശേഷം ഈ നാടകം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് ആദർശനെയും നയനെയും തിരികെ അനന്തപുരിയിലേക്ക് വിളിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. മുത്തശ്ശനും നയനും തമ്മിൽ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടെന്നും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ടെന്നും ഇടയ്ക്ക് കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അനി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനിയും ഇതിങ്ങനെ മറച്ചു വയ്ക്കേണ്ട കാര്യമില്ലെന്നും ആദർശനോടും നയനേട്ടത്തിയോടും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു ദേഷ്യമില്ലെന്നും നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാന്നുള്ളത് കണ്ടുപിടിക്കാനും കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് നല്ല മുട്ടൻ പണി തന്നെ കൊടുക്കാനും ഒക്കെ ആയിട്ടാണല്ലോ മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് ഒരു അകലം പാലിച്ചത്. ഇനി എന്തായാലും ആദർശ് നമ്മുടെ ശത്രുക്കളുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇനിയും അവൻ ഇങ്ങനെ അകറ്റി നിർത്തേണ്ട കാര്യമില്ല. രണ്ടുപേരും ഒന്നിച്ച് തന്നെ അവനെ തകർക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മുത്തശ്ശൻ എത്തുകയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് തന്നെ മുത്തശ്ശൻ ആദർശനും നയനെയൊക്കെ അനന്തപുരിയിലേക്ക് തിരിച്ച് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശന്റെ ഈ ഒരു ദേഷ്യവും ഈ വാശിയും ഒക്കെ തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരുന്നുവെന്നും താൻ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ ഒരു നാടകം കളിച്ചാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുമ്പം ആദർശനും ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ. കാരണം മുത്തശ്ശൻ ഇത്രയും നാളും എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആദർശനോട് വളരെ മോശമായിട്ടും ദേഷ്യപ്പെട്ടും ഒക്കെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തല്ലോ. തറവാട്ടിൽ നിന്ന് താമസം ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയപ്പോൾ പോലും മുത്തശ്ശൻ അതിൽ ഇടപെടുകയോ തിരിച്ചു വിളിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നതുകൊണ്ട് തന്നെ മുത്തശ്ശന് കുടുംബത്തെക്കാളും ബിസിനസ്സാണ് ഏറ്റവും വലുതെന്നൊക്കെയാണ് നമ്മുടെ ആദർശ് ധരിച്ചു വെച്ചിരുന്നത്. എന്തായാലും ഇപ്പോഴും അവർ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി മുത്തശ്ശന് കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശനും നയനയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. ഇടയ്ക്ക് ആദർശ് ഇക്കാര്യം നന്ദുവിനെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തായിരുന്നു. യഥാർത്ഥ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞാലും അവർക്കിട്ട് കൊടുക്കാനുള്ള പണികളൊക്കെ കൊടുത്താലും മുത്തശ്ശൻ തന്നെ തിരികെ വന്ന് അനന്തപുരിയിലേക്ക് ക്ഷണിച്ചാൽ മാത്രമേ തറവാട്ടിലേക്ക് പോവുള്ളൂ എന്ന്. എന്തായാലും ആ കാര്യം നടക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ തന്നെ നേരിട്ട് വന്ന് ഇവരെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ട്. തറവാട്ടിൽ ഒരു പൂജയുണ്ടെന്നും ആ പൂജയിൽ പങ്കെടുക്കണമെന്നും മുത്തശ്ശൻ ഇവരോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ നേരെ ചെല്ലുന്നത് നാഗേന്ദ്രൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് നാഗേന്ദ്രൻ ഡോർ തുറക്കുന്ന സമയത്ത് നാഗേന്ദ്രനും ആകെ ഷോക്കായി പോവുകയാണ്. അവിടെ വെച്ച് നാഗേന്ദ്രന് കൊടുക്കാനുള്ളത് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ അതേ സ്വഭാവം തന്നെയാ നിന്റെ മകനും കിട്ടിയിരിക്കുന്നത്. വീട്ടില് ചന്തുമോൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് നിന്റെ മോന്റെയാ. അനഘ എന്ന പെൺകുട്ടിയെ സ്നേഹം നടിച്ച് ചതിച്ച് അവൾക്ക് ഒരു കുഞ്ഞിനെയും കൊടുത്തതിന് ശേഷം നിന്റെ മകൻ അവളെ ഉപേക്ഷിക്കുക ചെയ്തത്. നിന്റെ മകന് അങ്ങനെ ജനിച്ച കുഞ്ഞാ ചന്തുമോള്. എന്നിട്ടും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാ എന്റെ ആദർശ നയനം ഏറ്റെടുത്ത് വളർത്തുന്നത്. നിന്റെ മോൻ ആ പെൺകുട്ടിയോടും ആ കുഞ്ഞിനോടും ചെയ്ത ക്രൂരത എന്താണെന്ന് നിനക്കറിയാവോടാ? എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് നിന്റെ മകൻ വീണ്ടും കല്യാണം കഴിച്ചു. വീണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കിയത്. പാവം നവ്യ, അവൾ ഇവന്റെ വലയിൽ വീണുപോയതാ. ഇവൻ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം കേട്ട് വിശ്വസിച്ചിട്ടാ അവളിപ്പോ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത്. അതും നിങ്ങൾ മാക്സിമം മുതലാക്കി. അവള് മാർഗമാണല്ലോ നിങ്ങൾ അബിയെ കമ്പനിയിലാക്കിയത്. ഇന്നല്ലെങ്കിൽ നാളെ നവ്യ എന്തായാലും ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അന്ന് അബിയുടെ കഥ കഴിക്കും അവള്. എല്ലാരും ചേർന്ന് അവളെ ചതിക്കുകയാണെന്ന് അവള് മനസ്സിലാക്കുന്ന സമയം അബിയുടെ കഥ കഴിക്കാനും അവള് മടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അനഘയും നവ്യയും പോലെ എത്ര പെൺകുട്ടികളുടെ ജീവിതം വെച്ച ഇവൻ കളിച്ചിട്ടുള്ളത്. പെണ്ണുകേസ് മാത്രമല്ലല്ലോ നിന്റെ മോന്റെ പേരിലുള്ളത്. കള്ളക്കടത്തും തട്ടിപ്പും വെട്ടിപ്പും അങ്ങനെ പല പല കേസുകൾ നിന്റെ മോന്റെ പേരിലുണ്ട്. നിന്റെ അതേ സ്വഭാവം തന്നെയാണ് നിന്റെ മോന് കിട്ടിയിരിക്കുന്നത്. അതിനൊക്കെ വളം വെച്ച് കൊടുക്കാൻ അവന്റെ അമ്മയും. എന്തായാലും ഇനി അധിക നാള് അവൻ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാവില്ല. എല്ലാത്തിനും ഞാൻ അവിടെ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്റെ മോനെ കുറിച്ച് ഇനി ഇങ്ങനെ അനാവശ്യം പറയരുത്. ആണുങ്ങളായാൽ അങ്ങനെയൊക്കെയാ. എനിക്ക് ഒരേ ഒരു ഭാര്യയുള്ളൂ. അത് നിങ്ങൾ എടുത്തു വളർത്തിയ അനാഥയായ ജലജയാണ്. അവളിൽ ഉണ്ടായ 2 മക്കളുണ്ട് എനിക്ക്, അബിയും അവന്തികയും. അവർ കുഞ്ഞായിരുന്ന സമയം തന്നെ നിങ്ങൾ എന്നെ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ. പിന്നീട് അവര് നിങ്ങളുടെ ശിക്ഷണത്തിലല്ലേ വളർന്നത്. അപ്പോ നിങ്ങൾ കാണിക്കുന്ന കണ്ടിട്ടല്ലേ അവർ വളർന്നിട്ടുണ്ടാവുക. എന്നോട് കാണിച്ച പോലെ തന്നെ അതേ വ്യത്യാസം നിങ്ങൾ അവരോടും കാണിച്ചു. അതുകൊണ്ടാണ് എന്റെ മോൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞത്. പക്ഷേ എന്റെ മോൾ ഇപ്പോഴും നിങ്ങളുടെ പക്ഷത്ത് തന്നെയല്ലേ. നിങ്ങൾ പറയുന്നതാണല്ലോ അവൾക്ക് വേദവാക്യം. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് മാത്രമാ ഞാൻ അവളെ വിളിക്കാത്തതും എന്റെ പക്ഷം ചേർക്കാത്തതും. പിന്നെ അബിയുടെ കാര്യമല്ലേ, അബിയുടെ ജീവിതത്തിലേക്ക് നവ്യ എങ്ങനെ വന്നെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആ ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ അവളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കാനോ അവൻ ആദ്യമൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അത് സത്യമായ കാര്യം തന്നെയാണ്. ഇപ്പോഴും അവനിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ മോന്റെ അരികിലേക്ക് എത്താൻ നവ്യയുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രം അവളെ ഞാൻ എന്റെ കമ്പനിയിൽ മോഡലാക്കി എടുത്തത്. ജീവിതത്തിൽ ഞാൻ നേരിട്ട അപമാനങ്ങളും നാണക്കേടുകളും ഒക്കെ എന്റെ മക്കളും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത്. അത് ഒറ്റയടിക്ക് തകർത്തെറിയാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. മൂർത്തിസ് ജ്വല്ലറിയുടെ MD കസേരയിൽ നിങ്ങളുടെ സ്വന്തം ചോരയെ, അതായത് നിങ്ങളുടെ കൊച്ചുമോനെ നിങ്ങൾ അവിടെ ഇരുത്തിയില്ലേ. അപ്പോഴും എന്റെ മോനെ ഓരോ കാരണം പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. അവസാനം അവനെ ആ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കി. എന്റെ മോൻ അനുഭവിച്ച നാണക്കേടുകൾക്കും മാനക്കേടുകൾക്കും ഒക്കെ ഞാൻ ഉറപ്പായും പകരം ചോദിച്ചിരിക്കും.
അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ ജ്വല്ലറിയുടെ MD കസേരയിൽ ഇരിക്കേണ്ടവനാ എന്റെ മകൻ അബി. എൻ ജ്വല്ലറി എന്ന പേര് പോലെ ഞാൻ നൽകിയത് എന്റെ മക്കളെ ഓർത്തിട്ട് മാത്രമാണ്. ജലജയുടെ സ്വഭാവം എനിക്ക് പണ്ടേ മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് അവളെ ഞാൻ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. പക്ഷെ എന്റെ മക്കൾ അവരെന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയപ്പോൾ AN ജ്വല്ലറി എന്ന പേര് തന്നെ ഞാൻ നൽകിയത്. AN എന്ന് വെച്ചാൽ എന്താന്ന് തനിക്ക് അറിയുവോ? A എന്ന് വെച്ചാൽ അഭിനന്ദ് അവന്തിക, N എന്ന് വെച്ചാൽ ഈ നാഗേന്ദ്രൻ. അങ്ങനെയാണോ AN ജ്വല്ലറി എന്ന പേര് ഞാൻ എന്റെ ഈ സാമ്രാജ്യത്തിന് കൊടുത്തത്. എന്റെ മക്കളെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാം തിരിച്ചറിഞ്ഞ് എന്നിലേക്ക് തന്നെ വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെന്നൊക്കെ നാഗേന്ദ്രൻ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ഇതെല്ലാം കേട്ടൊരു പുച്ഛമാണോട്ടോ തോന്നുന്നത്. കാരണം അവന്തിക ഒരിക്കലും നാഗേന്ദ്രയെ സപ്പോർട്ട് ചെയ്യില്ലെന്നും നാഗേന്ദ്രന്റെ അടുത്തേക്ക് പോകില്ലെന്നൊക്കെയാണ് മുത്തശ്ശൻ ഇപ്പോഴും മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. അത്രത്തോളം തന്നെ തറവാട്ടിലെ തകർത്ത് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവന്തിക. അനിയെ വിവാഹം കഴിക്കാനായിട്ട് ബാക്കി എല്ലാവരെയും നന്നായിട്ട് സോപ്പിട്ട് നിൽക്കുകയാണ് അവന്തിക. സ്വന്തം അമ്മയായ ജലജയും അഭിയൊക്കെ തള്ളി പറയും പോലെ അഭിനയിച്ച് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയൊക്കെ വിശ്വാസവും നേടിയെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും ഈ കല്യാണം നടക്കും എന്നുള്ളത് അവന്തിക്ക് അറിയാം. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. അതിൽ നാഗേന്ദ്രന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നും അവന്തിക ഇവരുടെ പക്ഷം ചേർന്ന് നിന്ന് അവരെ ചതിക്കാനാണ് നോക്കുന്നതെന്നും മുത്തശ്ശൻ ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷെ മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ അവസാനം മനസ്സിലാകുകയും ചെയ്യുകയാണ്. നാഗേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മുത്തശ്ശനും ആകെ ഇങ്ങനെ കലിച്ചു നിൽക്കുകയാണ്. അവസാനം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും അതൊന്നും എന്നെ എന്റെ കൊച്ചുമക്കളെയും ബാധിക്കാൻ പോകുന്നില്ലടാ. AN ജ്വല്ലറി എന്ന ചതിക്കുഴിയുടെ പിന്നിൽ നീയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ബോധ്യമായി. അതുകൊണ്ട് ഇനി നീ ഞങ്ങൾക്കെതിരെ എന്തൊക്കെ കളിച്ചാലും അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. നിനക്ക് അവസാനമായിട്ട് ഞാനൊരു വാണിംഗും കൂടെ തരിക. എന്റെയോ എന്റെ മക്കളുടെയോ എന്റെ കൊച്ചുമക്കളുടെയോ എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും അപായപ്പെടുത്താനോ അവരെ ചതിയിൽ വീഴ്ത്താനോ എല്ലാം നീ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കത്തില്ല. നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശൻ നല്ല വാണിംഗ് കൊടുക്കുകയാണ് കേട്ടോ നാഗേന്ദ്രന്. കാരണം മുത്തശ്ശനെ അറിയാം, നന്ദുവിനെ അന്ന് തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയതും അതുപോലെ ആദർശിനെയും നയനെയൊക്കെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതും അങ്ങനെ ഇവരോട് കുറേ ഉപദ്രവങ്ങൾ ചെയ്തല്ലോ. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ നാഗേന്ദ്രനോട് കയർത്ത് സംസാരിക്കുന്നതും. എന്തായാലും മുത്തശ്ശൻ അത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അന്നത്തെ പോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. ഇപ്രാവശ്യം എന്റെ സമനില ആകെ തെറ്റിയിരിക്കുക. നീ കാരണം എന്റെ കുടുംബത്തിലും എന്റെ ബിസിനസ്സിലും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ എനിക്കുണ്ടായി. എന്റെ എല്ലാമായ ആദർശ് മോനും നയനമോളും എന്നിൽ നിന്ന് പിരിഞ്ഞ് ഇത്ര നാളും ഗസ്റ്റ് ഹൗസിലാണ് മാറി താമസിച്ചത്. ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് അതിനുള്ള മനസാക്ഷിയില്ല. എല്ലാരെയും തല്ലാനും കൊല്ലാനും നടക്കുന്ന നിനക്ക് അതൊക്കെ എവിടെ മനസ്സിലാകാനാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് തന്നെ പോവുകയാണ് കേട്ടോ. നാഗേന്ദ്രനാണെങ്കിലും മുത്തശ്ശൻ നേരിട്ട് വന്ന് നല്ലൊരു താക്കീത് കൊടുക്കുകയും നല്ല തല്ലു കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ. ആ ഒരു അപമാനത്തിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് നാഗേന്ദ്രൻ. അതിനുശേഷം മുത്തശ്ശൻ തറവാട്ടിൽ ചെന്ന് മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശയും നയനയും കണ്ട് സംസാരിച്ച കാര്യങ്ങളും അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച കാര്യങ്ങളും അതുപോലെ പൂജ നടക്കുന്ന സമയത്ത് അവരും ഈ വീട്ടിൽ ഉണ്ടാവണം എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം നാഗേന്ദ്രയെ കാണാൻ പോയെന്നും അവന് ഞാൻ ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ടെന്നും ഇനി അവൻ കാരണം എന്റെയോ എന്റെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ഈ കുടുംബത്തിനോ ബിസിനസ്സിനോ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുകയോ ഒരു നാണക്കേട് ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല, അവനെ കൊന്നുകളയെന്ന് വരെ ഞാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അപ്പം മുത്തശ്ശിക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം നയനെ ആദർശനെ തിരികെ മുത്തശ്ശൻ തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണല്ലോ. അപ്പം അത് കേൾക്കുമ്പം അവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നാൽ അബി ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ട്. മൂർത്തി മുത്തശ്ശൻ നേരിട്ട് എന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളും അച്ഛനൊരു താക്കീത് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അതിലുപരി നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ റൂമിൽ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ അബി. 2 പ്രാവശ്യം ഇപ്പൊ ആനയുടെയും നയനയുടെയും ആദർശിനെയൊക്കെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നല്ലോ. അതൊരു വലിയ നാണക്കേടായിട്ട് നമ്മുടെ അബിക്ക് തോന്നുകയാണ് കേട്ടോ. എന്നാൽ നവ്യയുടെ മനസ്സിൽ നേരെ തിരിച്ചാണ്. അനിയുടെയും നയനയുടെയും ആദർശേട്ടനെയൊക്കെ മുമ്പിൽ അബിക്ക് ഇങ്ങനെ ഒരു തോൽവി ഉണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് നവ്യയുടെ മനസ്സിൽ. എന്നാലും നവ്യ ആ സന്തോഷം പുറത്ത് കാണിക്കാതെ തന്നെ വളരെ സങ്കടപ്പെട്ട് തന്നെ അബിയോട് പറയുന്നുണ്ട്, എടാ അബി, നീ ഇങ്ങനെ ഈ റൂമിനകത്ത് തന്നെ ഇരുന്നിട്ട് എന്താ കാര്യം? നിനക്ക് ഓഫീസിൽ പോകണ്ടേ? ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നീ എപ്പോഴും ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ മുന്നോട്ട് പോവുക എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, നവ്യെ, നിനക്കറിയാവല്ലോ, 1 അല്ല 2 പ്രാവശ്യമാണ് ഞാൻ അനിയുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്. അതെനിക്ക് ഉണ്ടാക്കിയ അപമാനം അത് ചെറുതല്ല. എനിക്ക് ഇവിടെയുള്ള ആരെയും ഫേസ് ചെയ്യാൻ പോലും പറ്റണില്ല. എനിക്ക് എല്ലാവരോടും ഭയങ്കര ദേഷ്യവും വെറുപ്പാ തോന്നുന്നൊക്കെ അബി പറയുന്നുണ്ട് കേട്ടോ. നിനക്കറിയാവല്ലോ നവ്യെ, ഇവിടെയുള്ള എല്ലാവരും എന്നെ ഇപ്പൊ പരിഹസിച്ച് ചിരിക്കുകയും കളിയാക്കുകയൊക്കെയല്ലേ. എല്ലാവരുടെയും നോട്ടം ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോ എന്ന് ഞാൻ ഓർത്താ. പിന്നെയും ഇങ്ങോട്ട് തന്നെ വേണ്ടേ വലിഞ്ഞു കയറി വരാൻ? അത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എടാ അബി, അങ്ങനെ ഓർത്തിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ് ആകുമ്പം ജയവും തോൽവിയൊക്കെ ഉണ്ടാകും. അതൊക്കെ സർവ്വസാധാരണമല്ലേ. തോൽവി സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ റൂമിനകത്തിരുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകുമോ?
പക്ഷേ അതൊന്നും ഓർത്ത് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടെന്നാ ഞാൻ പറയുന്നത്. ഇന്നൊരു തോൽവി സംഭവിച്ചാൽ നാളെ ഒരു വിജയം ഉണ്ടാകും. അങ്ങനെ ഓർത്ത് നമുക്ക് സമാധാനിക്കാം. പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നീ മാളവികമായിട്ട് കുറെ അടുപ്പം കാണിച്ചു. അവൾ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുകയല്ലായിരുന്നോ? അവൾ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് എന്തൊക്കെയാ പറഞ്ഞ്? അവള് വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയല്ലേ? ഇപ്പൊ കള്ളങ്ങളൊക്കെ വെളിച്ചത്തായത് കണ്ടില്ലേ? അവള് വിവാഹം കഴിച്ചാണെന്നും അവളുടെ ഭർത്താവ് വേറെ എവിടെയും ജോലി ചെയ്യുകയാണെന്നൊക്കെ ഉള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? അവള് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയാ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നീ വീണ്ടും ഓഫീസിലേക്ക് തന്നെ പോകണമെന്ന എന്റെ അഭിപ്രായം. ഇനി അങ്ങോട്ടേക്ക് മൂർത്തിസ് ജ്വല്ലറിയെ തകർക്കാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കണ്ടേ? അതിന് നീ എവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു തന്നെ അബിയെ ഉന്തി തള്ളി ഓഫീസിലേക്ക് പറഞ്ഞു വിടുകയാണ് നവ്യ. അതിനുശേഷം നവ്യ വാച്ച് ചെയ്യുന്നത് അവന്തികയാണ് കേട്ടോ. കാരണം അവന്തികയെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ അബി നവ്യയോട് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ നവ്യക്ക് നല്ല സംശയമാവുന്നുണ്ട് കേട്ടോ അവന്തികയെ. ഒരിക്കലും അബിയും അവന്റെ അമ്മയും പോലെ അല്ലാതെ മറിച്ച് ചിന്തിക്കാനൊന്നും അവന്തികയ്ക്ക് കഴിയില്ല. അബിയുടെ അതേ ചോര തന്നെയല്ല അവന്തികയ്ക്ക്. പിന്നെ അവൾ അയർലൻഡിൽ പോയി വന്നതിന് ശേഷമാണല്ലോ അവളുടെ സ്വഭാവത്തിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത്. അതിന്റെ പിന്നിൽ അവരെന്തെങ്കിലും ഉദ്ദേശം കണ്ടിട്ടുണ്ടെങ്കിലോ? ഇപ്പൊ അനിയുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യം തന്നെ നോക്കിക്കേ. അനിക്കാണെങ്കിൽ അവളെ ഒട്ടും ഇഷ്ടമല്ല. അതറിഞ്ഞിട്ട് പോലും അവൾ ആ വിവാഹത്തിന് അവനെ നിർബന്ധിക്കുകയല്ലേ ചെയ്യുന്നത്. അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സോപ്പിട്ടവൾ കയ്യിലെടുത്തിരിക്കുകയല്ലേ. എന്തായാലും ഈ വിവാഹത്തിന് പിന്നിലും എന്തോ ഒരു ചതിയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നവ്യയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് നവ്യ അവന്തികയെ വാച്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും. അങ്ങനെ അബിയുടെയും അവന്തികയുടെയും ചില സംസാരത്തിൽ നിന്ന് തന്നെ ഈ ഒരു കല്യാണം ഒരു ട്രാപ്പാണെന്നൊക്കെ നവ്യ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം നവ്യ തന്നെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്, കിങ് ഓഫ് കോബ്ര നാഗേന്ദ്രന്റെ അതേ സ്വഭാവം തന്നെയാണ് അബിക്കും. അപ്പൊ പിന്നെ അവന്തികയ്ക്കും അതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവന്തികയുടെ ഈ മുഖംമൂടി വലിച്ചു കയറണമെന്നും അനിയും നന്ദും തമ്മിലുള്ള വിവാഹം നടക്കണമെന്നൊക്കെ നവ്യ ഒരുപാട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരെ സഹായിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാനും തയ്യാറായിരിക്കുകയാണ് നവ്യ. ഇപ്പോൾ ഒളിഞ്ഞു മറിഞ്ഞു നിന്നുകൊണ്ടാണല്ലോ മൂർത്തിസ് ജ്വല്ലറിക്ക് വേണ്ട സഹായങ്ങളൊക്കെ നവ്യ ചെയ്തു കൊടുക്കുന്നത്. എല്ലാവരോടുമുള്ള വെറുപ്പ് കാണിച്ച് AN ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ താൻ പറയുന്ന കാര്യങ്ങളൊന്നും ആരും അത്ര വിശ്വാസയോഗ്യമായി എടുക്കില്ലെന്നൊക്കെ ഉള്ളത് നവ്യയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവന്തികയുടെ മുഖംമൂടി വലിച്ചു കയറണമെങ്കിൽ ശക്തമായ തെളിവുകൾ വേണമെന്നുള്ളത് നവ്യ മനസ്സിലാക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നവ്യ. താനിപ്പോ എന്ത് പറഞ്ഞാലും അത് അവരുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓരോ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നല്ലേ എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ട് തന്നെ അവന്തികയുടെ സ്വഭാവം എല്ലാവരുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ പറ്റിയ ഒരു തെളിവിനായിട്ട് നവ്യ വീണ്ടും നവ്യയുടെ സുഹൃത്തിനെ തന്നെ ആശ്രയിക്കുകയാണ്. AN ജ്വല്ലറിയെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അജ്ഞാത സന്ദേശം വഴിയാണല്ലോ ആദർശനും നന്ദുവിനെയൊക്കെ അറിയിച്ചത്. അങ്ങനെ അവരെ അറിയിച്ച കാര്യങ്ങളെല്ലാം അവർ വിശ്വസിക്കുകയും അത് പ്രകാരം അവർ ഓരോ മുൻകരുതലുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ആപത്തുകളൊക്കെ ഒഴിവാകുകയും ചെയ്തു. അതേപോലെ തന്നെ അവന്തികയുടെയും മനയുടെയും വിവാഹത്തിന് പിന്നിൽ എന്തോ ഒരു ചതി മണക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ഒരു അജ്ഞാത സന്ദേശമായിട്ട് ആദർശന് അയക്കാനായിട്ട് നവ്യയുടെ സുഹൃത്തിനോട് ആവശ്യപ്പെടുകയാണ്. നവ്യ പറഞ്ഞത് പ്രകാരം തന്നെ നവ്യയുടെ സുഹൃത്ത് ആദർശന് അങ്ങനെ ഒരു മെസ്സേജ് അയക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയ ഉറപ്പായും ആദർശേട്ടനും നയനയും ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം എല്ലാവരുടെ മുമ്പിൽ തുറന്നു കാട്ടുകയും ചെയ്യുമെന്നാണ് നവ്യ വിശ്വസിക്കുന്നത്. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ലെന്നും അത് അനിയെ കൊടുക്കാനുള്ള ഒരു കെണിയാണെന്നും അവന്തികയെ ഫോളോ ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്നൊക്കെ പറയാണ്. അധികം വൈകാതെ തന്നെ ആദർശന് ലഭിച്ച ഈ ഒരു മെസ്സേജ് നയനെ കാണിക്കുകയും അവർ തമ്മിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സന്ദേശം കിട്ടിയതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം ആദർശേട്ടാ. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട. ഇതിനു മുമ്പും ഇതുപോലുള്ള അജ്ഞാത സന്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിച്ചതല്ലേ, അതൊക്കെ സത്യമാവുകയും ചെയ്തു. അതുകൊണ്ട് ഇതിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനാവില്ല. എന്തായാലും അനിയുടെ ജീവിതം വെച്ചൊരു പരീക്ഷണം വേണ്ടെന്നൊക്കെ ഓർത്തിട്ട് തന്നെ ആദർശ നയനം രഹസ്യമായിട്ട് ഇതിന്റെ പിന്നാലെ ഒരു അന്വേഷണമായിട്ട് പോവുകയാണ്. എനിക്കൊരു പ്രാവശ്യം ഒരു ചതി സംഭവിച്ചതല്ലേ, താൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനൊരു അബദ്ധം ഇനി എനിക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതുവരെ നമുക്ക് ലഭിച്ച സന്ദേശങ്ങളെല്ലാം തന്നെ സത്യമായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും ആവുന്നില്ല. എന്തായാലും അവന്തികയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അനി അത് പലപ്പോഴായിട്ട് പറയുകയും ചെയ്തു. അവന്തിക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അബിയുടെയും അപ്പച്ചിയുടെയും മോളല്ലേ. അബിയുടെ അതേ സ്വഭാവം തന്നെയാണ് അവന്തിക്കുന്നൊക്കെ. എന്നിട്ടും നമ്മളാണ് അവനെ മനസ്സിലാക്കാതെ പോയത്. എന്തായാലും ഇനിയിപ്പം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതിയൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് മതിയാകുള്ളൂ എന്നൊക്കെ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ ആദർശ നയനയും കൂടെ. അങ്ങനെ അവന്തിക അറിയാതെ തന്നെ അവന്തികയുടെ പിന്നാലെ ആദർശ നയനയും കൂടെ ഏർപ്പാടായിട്ടുള്ള ഒരാളെയൊക്കെ അയക്കുന്നുണ്ട്. അവന്തിക പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അവന്തികയെ നിരീക്ഷിക്കാനായിട്ട് ഏർപ്പാട് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ അവസാനം ആ സത്യം അവർ മനസ്സിലാക്കുകയാണ് കേട്ടോ. അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ ഇപ്പോഴും അടുപ്പമുണ്ടെന്നും അവർ തമ്മിൽ ഇപ്പോഴും ഫോൺ വിളിയും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നൊക്കെയുള്ളത് മനസ്സിലാവുകയാണ് നമ്മുടെ നയനയ്ക്കും ആദർശനും. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ഒരു സന്ദേശത്തിലുണ്ടായിരുന്നല്ലോ, ഈ വിവാഹം അനിയെ ചതിയിൽ വീഴ്ത്താനുള്ള ഒരു ട്രാപ്പാണെന്നും ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ. അതവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ആദർശ നയനയും എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം മുടക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ്.
മുത്തശ്ശനെ അറിയിക്കുകയും വേണം, അവന്തികയുടെ കള്ളക്കളി പൊളിച്ചടക്കുകയും ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ അവന്തികയുടെ എല്ലാ കള്ളക്കളികളും വെളിച്ചത്താകാനായിട്ടുള്ള പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ് ആദർശ നയനയും കൂടി. എന്തായാലും അഭിയും നാഗേന്ദ്രൻ തമ്മിൽ ഇപ്പോഴും അടുപ്പമുണ്ടെന്നും അവർ തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്ന മുത്തശ്ശൻ അന്ന് മുതൽ തന്നെ അവന്തികയും സംശയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആരോടും അങ്ങനെ വെളിപ്പെടുത്തിയില്ലെന്ന് മാത്രം. എന്തായാലും അവന്തികയുടെ ഈ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളും എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ അന്നു മുതലേ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശൻ നായകൻ മുത്തശ്ശൻ ഈ വിവരങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ വിചാരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മുത്തശ്ശൻ അവന്തികയിലെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. വിവാഹ നിശ്ചയം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മുത്തശ്ശനെ ഈ വിവരങ്ങളൊക്കെ ആദർശ നയനെ അറിയിക്കുന്ന സമയത്ത് മുത്തശ്ശനും പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം കണ്ട് എനിക്ക് അങ്ങനെ വലിയ സംശയമൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നീട് അഭിയും നാഗേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അവളെയും സംശയിക്കേണ്ടി വന്നു. എന്റെ കൊച്ചുമോനെ കല്യാണം കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്ന എന്തിനാണെന്ന് നോക്കിയുള്ളത് എനിക്ക് മനസ്സിലായി മോനെ. എന്നാലും അവളുടെ ഈ അഹങ്കാരം തീർത്തു കൊടുക്കണമല്ലോ. അവളുടെ അച്ഛനും അഭിയൊക്കെ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. അവളുടെ അച്ഛന്റെ തീരുമാനമായിരിക്കും അവൾ നടപ്പാക്കാൻ നോക്കുന്നത്. അനിയെ വിവാഹം കഴിച്ച് മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടും ഒക്കെ കൈക്കലാക്കാവുന്ന അവരച്ഛന്റെയും മക്കളുടെയൊക്കെ ആഗ്രഹം. എന്തായാലും അതൊന്നും നടക്കാൻ ഈ മൂർത്തിക്ക് ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കുകയല്ല. എന്റെ മുമ്പിൽ അവൾ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്റെയും നിങ്ങളുടെ മുത്തശ്ശിയൊക്കെ അവൾ ആദ്യം കുറച്ചു ദിവസം കയ്യിലെടുത്തു. പിന്നെയാ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്തായാലും നിശ്ചയ ദിവസം വരെ അവൾ എത്രത്തോളം അഭിനയിക്കും എന്നൊക്കെ നോക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എന്നോട് ഇപ്പൊ ഈ വിവരം പറഞ്ഞില്ലായിരുന്നുവെങ്കിലും നാളെ ഈ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നില്ലായിരുന്നു മക്കളെ. അത് ഒരിക്കലും ഞാൻ സമ്മതിക്കുകയല്ല. എന്റെ കൊച്ചുമോന്റെ ജീവിതം വെച്ചൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ഒരു പ്രാവശ്യം അവനൊരു ചതിയിൽ വീണതാണ്. പിന്നെയും അവന്റെ ജീവിതം ഇങ്ങനെ ആകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് എന്റെ കൊച്ചുമോൻ ഇങ്ങനെ ഒരു കുടുക്കൽ വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശൻ അവരോട് പറയുകയാണ് കേട്ടോ. നാഗേന്ദ്രന്റെ അതേ സ്വഭാവം തന്നെയാ രണ്ട് മക്കൾക്കും. എന്തായാലും അവരാരും ഈ തറവാട്ടിൽ ഇനി വേണ്ട. അവരെയൊക്കെ ഞാൻ അടിച്ച് പുറത്താക്കാൻ പോവാ. അന്ന് അവന്റെ അച്ഛൻ അടിച്ച് പുറത്താക്കിയ പോലെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോയി കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ വിവാഹ നിശ്ചയ ദിവസം എല്ലാവരും ആ നിശ്ചയം നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ് കേട്ടോ. അങ്ങനെ നിശ്ചയം നടത്താനായിട്ട് അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുകയാണ് അവന്തിക. അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. താൻ കണ്ട സ്വപ്നമൊക്കെ ഭരിക്കാൻ പോവുകയാണല്ലോ, അച്ഛനും കൊടുത്ത വാക്ക് നിറവേറ്റാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുകയാണ്. അബിക്ക് വലിയൊരു തോൽവി നേരിടേണ്ടി വന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു ചമ്മലൊക്കെ മുഖത്തുണ്ടെങ്കിലും എന്തായാലും അവരുടെ പദ്ധതി പ്രകാരം തന്നെയാണല്ലോ ഇങ്ങനൊരു വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നത്. അതിലൊരു സന്തോഷവും ഉണ്ട് കേട്ടോ. എന്നാൽ നവിയുടെ മനസ്സിൽ ആകെ തീയാണ്. ഈ വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ലെന്നും അജ്ഞാത സന്ദേശം അയച്ചിട്ടും ആദിഷണ്ണൻ നയനെയൊന്നും ഇതിനെതിരെ പ്രതികരിക്കാത്ത എന്താണെന്നും അവരുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാത്ത എന്താണെന്നൊക്കെയുള്ള രീതിയിൽ നവി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് മുത്തശ്ശൻ അവന്തികയോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അവന്തിക അവിടെ ഇട്ട് ഇക്ഷ എണ്ണ വരപ്പിക്കുകയും ചെയ്യുന്നത്. എല്ലാവരുടെയും മുമ്പിലിട്ട് അവന്തികയെ വലിച്ചു കയറുകയാണ് കേട്ടോ മുത്തശ്ശൻ. അതുപോലെ തന്നെ അബിക്കിട്ടും അവന്തിക്കിട്ടും ഒക്കെ നല്ല താക്കീതും കൊടുത്ത് അവരെ ആ തറവാട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കിയാണ് മുത്തശ്ശൻ. കടക്ക് പുറത്ത്, ഇനി ഒരിക്കലും നിങ്ങൾ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരരുത്. നിങ്ങളും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. നിങ്ങൾ ഇനി നിങ്ങളുടെ അച്ഛന്റെ കൂടെ ജീവിച്ചാൽ മതി. ഇത്രയും നാളും നിങ്ങളെ എന്റെ കൊച്ചുമക്കളെ പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. ആ എന്നെ തന്നെ കബളിപ്പിക്കാറായില്ലേ നിങ്ങൾ എന്നും ചോദിച്ച് മുത്തശ്ശൻ അവരെ കുറെ ആട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാകുമ്പോൾ അവളെ വലിച്ചു കയറാനാണ് കേട്ടോ തോന്നുന്നത്. അത്രയും ദേഷ്യമുണ്ട് എല്ലാവർക്കും അവന്തികയോട്. കാരണം എല്ലാവരെയും ചിരിച്ചോണ്ട് കഴുത്തിറക്കാനാണല്ലോ അവൾ നോക്കിയത്. അതുപോലെ തന്നെ ഈ വിവാഹ നിശ്ചയം നടത്താൻ ഉദ്ദേശിച്ചിരുന്നതിന്റെ പിന്നിലെ കാരണങ്ങളും മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനി വിവാഹം കഴിക്കാൻ അവൾ ഇത്രമാത്രം ആത്മാർത്ഥത കാണിച്ചതും അവനോട് സ്നേഹമുണ്ടെന്നുള്ള രീതിയിൽ അഭിനയം കാഴ്ചവെച്ചതും ഒക്കെ മൂർത്തീസ് ജ്വല്ലറിയും അതുപോലെ അനന്തപുരി തറവാടും ഒക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു എന്നും നാഗേന്ദ്രന്റെ അതേ തനി പകർപ്പാണ്, അവന്റെ അതേ സ്വഭാവമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നും ഒക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പുറത്താക്കിയാണ് കേട്ടോ. ഒപ്പം ജലജയും അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുന്നുണ്ട്. കാരണം ജലജ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും ജലജയും ഇനി ആ വീട്ടിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെ മുത്തശ്ശൻ എടുക്കുകയാണ്. അങ്ങനെ ആ നിശ്ചയ ദിവസം എല്ലാ കാര്യങ്ങളും പാളിപ്പോവുകയാണ് കേട്ടോ. അവന്തിക പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ നടന്നില്ല. നാഗേന്ദ്രൻ അത് വലിയൊരു തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വിവാഹ നിശ്ചയം മുടങ്ങിയതിൽ അനിക്കും നന്ദുവിനും നവ്യയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അനിയും നന്ദുവും ഒന്നിക്കണമെന്ന് നവ്യ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി ഇവർക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ആശ്വാസത്തിലാണ് കേട്ടോ അവര്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്